രാധേ രാധേ, ഗുഡ് മോർണിംഗ്. മദീനയിലെ ഒരു സദസ്സ്. ആ സദസ്സിൽ പ്രവാചകൻ മുഹമ്മദ് നബി കുടുംബ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. സദസ്സിൽ കുടുംബാംഗങ്ങളും ബന്ധുക്കളും എല്ലാം ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും മാന്യൻ തൻ്റെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവരാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വേർഷനാണ്. ആരാണ് ഈ മാന്യൻ എന്ന് പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ മക്കളെ കഠിനമായി ശകാരിക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് മാന്യമായല്ല പെരുമാറുന്നത്, നിങ്ങൾ മാന്യനുമല്ല. നിങ്ങൾ ഭാര്യയെ ഉപദ്രവിക്കുമെങ്കിൽ, മക്കളെ ഉപദ്രവിക്കുമെങ്കിൽ, ഭാര്യയുടെ അച്ഛനെയോ അമ്മയോ ബന്ധുക്കളെയോ ഒക്കെ നിങ്ങൾ ആക്ഷേപിക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് മാന്യമായല്ല പെരുമാറുന്നത്, നിങ്ങൾ ഒരു മാന്യനുമല്ല. നിങ്ങൾക്ക് മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മാന്യനല്ല എന്ന് പറയേണ്ടി വരും. ഭാര്യയ്ക്കൊരു ദുഃഖം വന്നാൽ അവളെ ചേർത്ത് നിർത്തി കണ്ണുനീർ തുടച്ച് സാരമില്ല നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ആശ്വസിപ്പിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു മാന്യനല്ല എന്ന് പറയേണ്ടി വരും. ഭാര്യയ്ക്കോ മക്കൾക്കോ അസുഖം വന്നാൽ അപ്പോൾ തന്നെ ചികിത്സ നൽകാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾ മാന്യനല്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഭാര്യയെയും മക്കളെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് പോകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ 5 പൈസയുടെ ചെലവില്ല, ബീച്ച് വരെയെങ്കിലും കൊണ്ടുപോകാം, അതിന് നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു മാന്യനല്ല. ഒരു ദിവസം ഒരു 30 മിനിറ്റെങ്കിലും അരമണിക്കൂറെങ്കിലും ഭാര്യയോടൊത്തും മക്കളോടൊത്തും സ്നേഹത്തോടെ സംസാരിച്ച് പൊട്ടിച്ചിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് മാന്യത പുലർത്തുന്നില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. എൻ്റെ ഭാര്യ പാവം, എനിക്കെന്തും എൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം, ആരുടെയും അനുവാദം വേണ്ട. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എൻ്റെ അനുവാദം വേണ്ടി വരും എന്ന ചിന്തയിൽ അവളെ കരുണയോടുകൂടി നിങ്ങൾ വീക്ഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു മാന്യനല്ല. ആരാണോ സ്വന്തം ഭാര്യയെ വേദനിപ്പിക്കുന്നത് അവരെ നിശ്ചയമായും ദൈവം മരണശേഷം ശിക്ഷിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയാണ് ആരെന്ന് പറയുന്നത്? സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോരുത്തരും സ്വയം ചോദിക്കൂ, ഞാൻ മാന്യനാണോ? ഞാൻ മാന്യനാണോ? ഞാനും ചോദിക്കും, നിങ്ങളിൽ എത്ര പേര് മാന്യനാണ്? ഇന്നു തൊട്ട് നിങ്ങൾ മാന്യനാകാൻ ശ്രമിക്കൂ. ഓർക്കുക, സ്ത്രീ ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്, വേദനിപ്പിക്കരുത്. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.